അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അകാരണമായി ഇറാനിൽ നടത്തിയ ആക്രമണ പരമ്പരകൾക്ക് ഫലമായി പിന്നീട് ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേലും അമേരിക്കയും വിയർക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനിൽ അതിശക്തമായ ആക്രമണം പലയിടങ്ങളിലും ഇസ്രയേലും അമേരിക്കയും നടത്തുന്നുണ്ടെങ്കിലും ഇറാനിൽ ഒരു അടിയന്തരാവസ്ഥയോ ഒരുപക്ഷെ ഇറാനികൾ അറിഞ്ഞ മട്ടുപോലുമില്ല. ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുദ്സ് ഫലസ്തീനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രകടനം പോലും നമ്മൾ കണ്ടതാണ്. തെരുവുകളിൽ അവിടുത്തെ പ്രസിഡന്റും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസറും മറ്റുമൊക്കെ തെരുവുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. അവർക്ക് ഇസ്രയേലും അമേരിക്കയും ആക്രമിക്കും, തങ്ങളെ ഒരുപക്ഷെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട് എന്നതിൽ അവർ ഒട്ടും ഭയക്കുന്നില്ല. പക്ഷേ ഇസ്രയേലിലുള്ള കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ബെന്യാമിൻ നെതന്യാഹു പോലും ദിവസങ്ങളായി പുറത്തിറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്ന ഒരു അഭ്യൂഹവും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെയും പരക്കുകയും ചെയ്തിട്ട് ഇന്ന് വരുന്ന വാർത്തയനുസരിച്ച് IRGC പറയുന്നത് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ വധിക്കുക തന്നെ ചെയ്യും, അത് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു, ഇനി അദ്ദേഹം മരിച്ചിട്ടില്ലെങ്കിൽ എന്നാണ്. അതായത് തികച്ചും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന IDF-ന്റെ നിർണായക യോഗത്തിൽ പോലും ബെന്യാമിൻ നെതന്യാഹുവിനെ കാണാനില്ല. അദ്ദേഹം ഒളിത്താവളത്തിൽ ഒളിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് മുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 1-2 വിഷയങ്ങളാണ്. ഇവിടെ ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രയേലും വിയർക്കുന്ന 1-2 കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ട്രംപ് പറയുകയാണ്, ഈ ഹോർമൂസ് കടലിടുക്ക് യുദ്ധം മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സാമ്പത്തിക യുദ്ധമായി യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ലോകത്ത് എണ്ണയുടെ ഷോർട്ടേജ് ഉണ്ടാവുകയും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ വ്യാപാരം ഇറാൻ തടയുകയും ചെയ്ത സാഹചര്യത്തിൽ US ഡോളറിനും അമേരിക്കക്കും ഇതൊരു വലിയ നിർണായകമായ അടിയന്തരാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ട്രംപ് പറയുകയാണ്, ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തവണകളായി പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ പ്രതിരോധം തീർക്കും, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്ന് തവണകളായി പറഞ്ഞു. അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള 2 ഷിപ്പുകൾ അതുവഴി കടക്കുവാൻ ശ്രമിച്ചെന്നും ട്രംപിന്റെ ആഹ്വാനപ്രകാരം നിങ്ങൾ ധൈര്യത്തോടെ കടന്നോളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് കടക്കുകയും ഇറാഖിൽ നിന്ന് ആക്രമണം നേരിടുകയും ചെയ്തു. ഇറാഖിന്റെ തീരത്തെത്തിയപ്പോൾ അതിന് ആക്രമണം നേരിടുകയും ഇറാഖിലെ സായുധ സേനകളോ അല്ലെങ്കിൽ IRGCയോ ചേർന്ന് ഈ കപ്പലുകളെ കത്തിച്ചു കളയുകയും ചെയ്തു. ഈ കപ്പലിന്റെ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി തവണ അമേരിക്കൻ സൈന്യത്തോട് ഇത്തരത്തിൽ തങ്ങളെ സഹായിക്കണമെന്ന് സഹായം അഭ്യർത്ഥിച്ചു അവസാന ഘട്ടത്തിൽ, പക്ഷേ പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നു എന്നുള്ള വാർത്തയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്രംപ് നയം മാറ്റുകയാണ്. ട്രംപിനോ അമേരിക്കക്കോ ഹോർമുസിൽ ഒറ്റക്ക് സുരക്ഷയൊരുക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ്, ഒരുപക്ഷെ അത്തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ചൈനയോടും ഫ്രാൻസിനോടും ജപ്പാനോടും ദക്ഷിണ കൊറിയയോടും എന്തിലധികം UK പോലും ഈ അമേരിക്കയോട് ചേർന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ പോകുന്ന കപ്പലുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ സഹായിക്കണമെന്ന് തുറന്ന് അഭ്യർത്ഥന നടത്തിയത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തീർത്ത പ്രതിരോധം അമേരിക്കയെ ശക്തമായി ബാധിച്ചുവെന്നും അമേരിക്കക്ക് അതിൽ നിന്ന് തലയൂരുവാനോ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുവാനോ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹോർമുസ് കടലിടുക്കും മിഡിൽ ഈസ്റ്റിലെ എണ്ണ വ്യാപാരവും അമേരിക്കക്ക് വൻ തലവേദനയായി മാറിയിരിക്കുകയാണ് യുദ്ധത്തിൽ. അതുപോലെ തന്നെ ഇസ്രയേലിന് തലവേദനയായ ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയനുസരിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന പാട്രിയോട്ട് മിസൈലുകളുടെ ഷോർട്ടേജ് ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതൊരു ചെറിയ വാർത്തയല്ല. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യമായി അറിയപ്പെടുന്ന രാജ്യവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെങ്ങാനും ഇസ്രയേലിൽ ഇല്ലായിരുന്നുവെങ്കിൽ
ഇസ്രയേൽ തീർന്നുപോയേനെ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത്തരത്തിലാണ് ഈ ഇറാനിൽ നിന്ന് വരുന്ന മിസൈൽ ആക്രമണം ഇസ്രയേലിൻ്റെ ആകാശം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും 60%, 70% തടയുന്നത് കൊണ്ടാണ് ഇസ്രയേലിന് നിലനിൽക്കുന്നത് തന്നെ എന്ന് വേണം പറയാൻ. അത്തരത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ പാട്രിയോട്ട് മിസൈലുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അത്തരത്തിൽ ഇതിനൊരു ഉടൻ പരിഹാരം വേണമെന്ന് ഇസ്രയേൽ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രയേൽ നേരിടുന്നത് വളരെ വലിയ പ്രതിസന്ധിയാണ് ഈ യുദ്ധത്തിനിടയിൽ എന്ന് പറയേണ്ടി വരും. ഇസ്രയേലിന് കണക്കുകൂട്ടലുകൾ തെറ്റിയത് എവിടെയാണെന്ന് വെച്ചാൽ, ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ആക്രമണ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഹിസ്ബുള്ള ഒരുപക്ഷെ ആക്രമിക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ആക്രമിച്ചാൽ തന്നെ ഇത്ര ശക്തിയുള്ള ഹിസ്ബുള്ളയെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഈ ഗസ യുദ്ധകാലത്ത് ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ലെബനാനിലേക്ക് യുദ്ധം അഴിച്ചുവിട്ടിട്ട് നിരവധി ആക്രമണങ്ങളും നടത്തുകയും ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെയൊക്കെ കൊന്നു തള്ളുകയും ചെയ്ത ഒരു സംഭവമുള്ളത് കൊണ്ട് തന്നെ ഹിസ്ബുള്ള ദുർബലപ്പെട്ടു എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ രാത്രികളിലൊക്കെ 100-150 വരുന്ന റോക്കറ്റുകൾ ഒരേ സമയം ലെബനാനിൽ നിന്ന് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് കുതിച്ചു വരുന്ന കാഴ്ചയാണ് ഇസ്രയേൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെബനാൻ അതിർത്തിയിലുള്ള വീടുകളിൽ മാത്രമല്ല, ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കൊക്കെയും ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ, ഈ റോക്കറ്റുകളെയൊക്കെ തടയുവാൻ വേണ്ടി ഇസ്രയേൽ കരുതിയതിലും കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ പാട്രിയോട്ട് മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ ഷോർട്ടേജിലേക്ക് ഇസ്രയേലിനെ എത്തിച്ചു എന്നുള്ള വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കടുത്ത വെല്ലുവിളിയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനുമായുള്ള ഈ യുദ്ധത്തിൽ നേരിടുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഇറാന്റെ കാർഗ് ദ്വീപിലെ എണ്ണ കയറ്റുമതി കേന്ദ്രത്തിലെ സൈനിക വിന്യാസങ്ങളെയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. ട്രംപ് പറയുന്നത് ഇനി അടുത്ത നിമിഷം എന്ന് പറയുന്നത് എണ്ണ കയറ്റുമതി കേന്ദ്രത്തെ തന്നെ അമേരിക്ക ആക്രമിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികളുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പെട്രോ ഡോളറിൽ വിപണി നടത്തുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു എണ്ണ കയറ്റുമതി കേന്ദ്രത്തെയും വെച്ചേക്കില്ല എന്ന വളരെ വലിയ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ലോകത്ത് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുവാനും അതുപോലെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ പോലും ഡോളറിന് പോലും ഇടിവ് സംഭവിക്കുവാനും സാധ്യതയാണ്. യുദ്ധം വിരൽ ചൂണ്ടുന്നത് യുദ്ധം മറ്റൊരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് കയറിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ബാഗ്ദാദിൽ അമേരിക്ക വിയർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിൽ അമേരിക്ക ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു സംഗതിയും നടക്കുന്നില്ല. ഏകദേശം 1-2 ആഴ്ചകൾക്ക് മുമ്പ് യുദ്ധം തുടങ്ങിയ സമയത്തായിരുന്നു ട്രംപിന്റെ ഒരു വലിയ പ്രഖ്യാപനം നടന്നത്. കുർദുകളുമായി ഞാൻ സംസാരിച്ചെന്നും ഇറാഖ് വഴി ഇറാനിലേക്ക് കരയുദ്ധത്തിന് അവർ മുഖേന ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും അവർക്ക് എല്ലാവിധ സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു കരയുദ്ധം ഇറാനിലേക്ക് അയച്ചുവിടുമെന്നുമുള്ള വലിയ ഭീഷണി ഇറാഖിനെ മുൻനിർത്തിക്കൊണ്ട്, ഇറാഖിലെ ചില സായുധ സംഘങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ട്രംപ് നടത്തിയെങ്കിൽ, ഇറാഖിൽ കഴിഞ്ഞ ദിവസം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സേനാ അംഗങ്ങളാണ് അമേരിക്കയുടെ ഒരു ഓയിൽ ടാങ്കർ വിമാനം പോലും മിസൈൽ ആക്രമണത്തിലൂടെ തള്ളിയിട്ടത്. അതിനു പുറമെ കഴിഞ്ഞ ദിവസം ഇറാഖിലെ ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ US-ന്റെ ഇറാഖിലെ ബേസ് ആക്രമിക്കുന്ന വീഡിയോ സഹിതം ഡ്രോൺ ഫോട്ടേജ് തന്നെ ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാഖിലെ US എംബസി നിന്ന് കത്തി എന്നുള്ളതാണ്. ഇറാന്റെ IRGC തൊടുത്തുവിട്ട ഒരു മിസൈൽ നേരിട്ട് എംബസിക്ക് മുകളിൽ പതിക്കുകയും അതുപോലെ തന്നെ എംബസി കത്തിപ്പോവുകയും അതുപോലെ ഇറാഖിലുള്ള അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുവരികയും ചെയ്തു എന്നുള്ള വാർത്ത ഇറാഖിൽ അമേരിക്ക വിയർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇറാഖിലെ US എംബസി വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കക്കാരോട്, അമേരിക്കൻ പേഴ്സണലുകളോട് ഇറാഖ് പെട്ടെന്ന് തന്നെ വിടണമെന്ന ഒരു വാർത്തയായിരുന്നു,
ഒരു നിർദ്ദേശമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇറാഖിലും മേഖലയിൽ എവിടെയും അമേരിക്കൻ വ്യക്തികൾക്ക്, അമേരിക്കൻ പൗരന്മാർക്ക് തങ്ങാനാവാത്ത സ്ഥിതിയിലേക്ക്, അവർ ഓടി ഒളിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് യുദ്ധം മാറിയിരിക്കുന്നു. ഇറാൻ ഉദ്ദേശിച്ചതുപോലെയല്ല. ഒരുപക്ഷെ ഇറാനിൽ 5000 മിസൈലുകൾ ഉണ്ടെന്നും 3000 മിസൈലുകൾ ഉണ്ടെന്നും അതുപോലെ 10,000 മിസൈലുകൾ ഉണ്ടെന്നും ഒക്കെയുള്ള കണക്കുകൂട്ടലുകൾ യുദ്ധത്തിന് മുമ്പ് ചില ആളുകൾ നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് തന്നെ 1000-ൽ ചില്ലാനം മിസൈലുകൾ വിടുന്ന ഒരു റീജിയണൽ വാറായി ഇറാൻ ഇത് നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്ന ഒരു യുദ്ധത്തിലേക്ക് ഈ യുദ്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ മിസൈൽ സിറ്റികൾ ചെറിയ സംഭവമല്ല, അതൊരു വലിയ സംഭവമാണ് എന്ന ലോകത്തിന് ഇറാൻ കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UAE-യിലേക്കും കുവൈത്തിലേക്കും ജോർദാനിലേക്കും ഇസ്രയേലിലേക്കുമൊക്കെ നിരവധി ആക്രമണ പരമ്പരകളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെയ്ബറിംഗ് കൺട്രികളെ ആക്രമിക്കരുതെന്ന് ഹമാസ് പോലും നിർദ്ദേശിച്ചു എന്ന വാർത്തകൾ ഔദ്യോഗികത ഇല്ലെങ്കിൽ പോലും അന്താരാഷ്ട്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ UAE-യിലേക്കും മറ്റും ആക്രമണങ്ങൾ ഇറാൻ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫുജൈറയിലും അതുപോലെ തന്നെ UAE-യുടെ പല ഭാഗങ്ങളിലും എണ്ണ ഇതര സംവിധാനങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചത്. അമേരിക്കൻ കമ്പനികളെ, ഗൂഗിൾ പോലെയുള്ള അമേരിക്കൻ കമ്പനികളെയും മറ്റുമൊക്കെ പിന്തുടർന്ന് ആക്രമിക്കുമെന്ന് IRGC പ്രതിജ്ഞയെടുത്തിട്ട് പോലുമുണ്ട്. ഇത്തരത്തിൽ യുദ്ധം അമേരിക്കക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.